ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരു ഫുൾ ഡേ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട്, എന്നാൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് തോന്നുന്നു, കുഴപ്പമില്ല. എന്തായാലും ഫുൾ ഡേ വിശേഷങ്ങളായിട്ട് അങ്ങനെ ഇതുവരെ വിട്ടിട്ടില്ല. ഒന്നുകിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ഉച്ചയ്ക്കത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഔട്ടിങ് വിശേഷങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ വിടാറുള്ളത്. അപ്പോൾ ഏതായാലും ഇന്ന് കുറച്ച് ഫുൾ ഡേ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കണമൊന്നുമില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയിപ്പോൾ ഡെയിലി നമ്മൾ വീഡിയോസ് കാണുന്നവരാരെങ്കിലും നമ്മളെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. അപ്പോൾ ഇതാ ഞാൻ രാവിലെ എണീറ്റ് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പ്രഭാത കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. നമ്മൾ പല്ല് തേക്കൽ, അതായത് ബാത്റൂമിൽ പോവൽ, കുളിക്കണവരാണെങ്കിൽ കുളി, അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ കിച്ചണിലേക്കാണ് പോവുക. അപ്പോൾ അതിന് മുമ്പുള്ള കുറച്ച് പരിപാടികളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കിച്ചണിലേക്ക് പോവാൻ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 4:30 കഴിഞ്ഞ് 5 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പല്ലൊക്കെ ഒന്ന് തേക്കട്ടെ കേട്ടോ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സെറ്റായിട്ട് അടുക്കളയ്ക്ക് പോവാം. ഞാൻ അങ്ങനെ രാവിലെ കുളി കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറുന്ന ആളൊന്നുമല്ല കേട്ടോ. അത് ചിലപ്പോൾ എന്താ പറയുക, മക്കൾക്ക് ക്ലാസ്സൊന്നും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വൈകിയാണല്ലോ എണീക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അടുക്കളയിൽ കയറും. അതല്ലെങ്കിൽ പിന്നെ കുളിക്കാനൊന്നും നിൽക്കലില്ല കേട്ടോ. നമ്മളെ രാവിലെയുള്ള അതൊക്കെ ഈ പരിപാടികൾ കഴിഞ്ഞിട്ട് അടുക്കളയിൽ പോകണു. എല്ലാം ഉണ്ടാക്കലും പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേക്കായിരിക്കും കുളിക്കുക. അതല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്തെങ്കിലും രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ കുഞ്ഞു കുഞ്ഞു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ കഴിഞ്ഞിട്ട് കുളിക്കാനൊക്കെ നിൽക്കും അങ്ങനെ കേട്ടോ. പക്ഷേ രാവിലെ കുളി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫ്രഷ്നെസ് തന്നെയാണല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിൽ കയറുക എന്നുള്ളത്. പക്ഷേ ആ തണുപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു മടി വരും. പിന്നെ എന്താ പറയുക, ഈ ജലദോഷത്തിൻ്റെ ഒരു പ്രശ്നം വരട്ടെ. നേരത്തെ കുളിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അലക്കാനും കാര്യങ്ങളൊക്കെ കിടക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ അധികം അലക്കലൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് കുളിക്കാൻ നിൽക്കാറുള്ളത്. അപ്പോൾ ഒക്കെ നമുക്ക് വീട്ടിലേക്ക് പോവാം അല്ലേ. കഴിഞ്ഞ ദിവസം രാത്രി ചെറിയൊരു മടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾ ചോറുണ്ണാൻ കുറേ നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരെ ചോറുണ്ണലോടെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവർ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വൈകി. അപ്പോൾ ഞാൻ പിന്നെ ആ പാത്രങ്ങൾ ആ സിങ്കിലേക്ക് വെച്ചിട്ട് വേസ്റ്റും ഈ പാത്രത്തിലിട്ട് വേസ്റ്റ് വരെ പുറത്ത് കളയാൻ നിന്നില്ല. പിന്നെ ഞാനങ്ങനെ പോയി കിടന്നു കേട്ടോ. രാവിലെ നേരത്തെ എണീക്കണമല്ലോ വെച്ചിട്ട് പിന്നെ അതൊന്നും കഴുകാൻ നിന്നില്ല. പക്ഷേ ആദ്യമായിട്ടാണ് അങ്ങനെ നൈറ്റ് പാത്രങ്ങൾ കഴുകാതെ കിടക്കണത് കേട്ടോ. കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് കഴുകാനുള്ള പാത്രം സിങ്കിലേക്ക് വെച്ചിട്ട് അങ്ങനെ പോയി കിടന്നു. അപ്പോൾ രാവിലെ എണീറ്റപ്പാട് നേരത്തെ തന്നെ ഞാൻ ചെയ്യണത് പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വേസ്റ്റ് ഇങ്ങനെ ഒരു പാത്രത്തിലാണ് ഇട്ട് വയ്ക്കില്ല, അത് ഞാൻ പുറത്ത് കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ, പുറത്ത് നേരം വെളുത്തിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് 6:15 6:20 ആവാനാകുമ്പോഴത്തേക്കാണ് വെളിച്ചം വെച്ച് തുടങ്ങണേ തോന്നുന്നു. അങ്ങനെയാണ്, അത്രയും സമയം പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ഇരുട്ട് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പാത്രങ്ങൾ ഇങ്ങനെ തണുപ്പായതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചൂടുവെള്ളം അതിലേക്കൊണ്ട് ഒഴിച്ചിട്ട് വന്നിട്ടാണ് ഈ എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചിട്ടാണ് പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാൻ. അപ്പോൾ ഇന്ന് എന്താ പറയുക, ചായക്ക് കടി ഉണ്ടാക്കണത് ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം മോളെയും കൊണ്ട് വന്നപ്പോൾ തത്തേനെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ പൂക്കോടുംപാടത്ത് കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി റവ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സത്യം പറഞ്ഞാൽ ഉപ്പുമാവ് ഉണ്ടാക്കണത് റോസ്റ്റഡ് റവ വെച്ചിട്ടാണ് ഉപ്പുമാവ് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ലൂസൊക്കെ നമ്മൾ കുറേ മുമ്പൊക്കെ അങ്ങനെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ വറുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ റോസ്റ്റഡ് റവയുണ്ട്, അല്ലാണ്ട് നമ്മളിങ്ങനെ അല്ലാതെ പിന്നെ 1/2 കിലോ 1 കിലോ അങ്ങനെ തൂക്കി വെച്ചിട്ട് അവരിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റവ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ആ റവയാണ് വാങ്ങിയത്. 500ൻ്റെ ഒരു പാക്കറ്റ് റവ ഉണ്ടായിരുന്നു. പക്ഷേ അത് റോസ്റ്റഡ് അല്ല, നമ്മളിവിടെ വന്നിട്ട് വറുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ എൻ്റെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞ് പിന്നെ കൈയൊക്കെ സോപ്പിട്ട് ഒന്ന് കഴുകി പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതാ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ.
അങ്ങനെ ഇതാ റവയൊക്കെ വറുത്തു. ഇനി അതൊരു പാത്രത്തിലേക്ക് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതൊക്കെ ചൂടാറി വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യട്ടെ. അതിലേക്ക് വേണ്ട ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ട ക്യാരറ്റ്, അതുപോലെ തന്നെ സവോള, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. അങ്ങനെ ക്യാരറ്റും സവോളയും പച്ചമുളകും ഇഞ്ചിയും ഒരു കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ചെറുകിട വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ റെഡിയായി. പിന്നെ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു കുഞ്ഞ് ടീസ്പൂൺ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്തു കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഞാൻ നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കും, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒഴിവാക്കും കേട്ടോ. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചു. പിന്നെ കറിവേപ്പിലിട്ടു. സവോള, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി എല്ലാം കുറേശ്ശേ ഉള്ളൂ കേട്ടോ. ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ കുറച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. കാരണം കുട്ടികൾ തിന്നുമ്പോൾ പറയും ഇഞ്ചി കൂടുതലാണ്, അതല്ലെങ്കിൽ പച്ചമുളക് കൂടുതലാണെന്നൊക്കെ പറയും. അപ്പോൾ അതിന് പകരം എല്ലാം കുറച്ച്. പിന്നെ എനിക്ക് തോന്നുന്നു സവോളയും ക്യാരറ്റാണ് കുറച്ചും കൂടെ ഒരു ഇതിൽ കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഉപ്പിട്ടിരുന്നു. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഉപ്പുമാവ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കണേ. അപ്പോൾ അവർ പറയണത് കേട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ കേട്ടോ. ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. തേങ്ങ കുറവായതുകൊണ്ട് ഞാൻ പാലിപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റിയതില്ല, തേങ്ങ ഇല്ല. അപ്പോൾ തേങ്ങ കുറച്ചുള്ളതാണ്. ഞാൻ തേങ്ങ ചിരകി ഇങ്ങനെ ഉപ്പുമാവിലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞി തേങ്ങ ഒന്ന് ചിരകി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ റവ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങയോട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊന്ന് തുറന്ന് നോക്കി കണ്ട അത്രയേ ഉള്ളൂ തേങ്ങ, ഒരു കുഞ്ഞി തേങ്ങയുള്ളൂ ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു, വേറെ ഉണ്ടായിരുന്നില്ല കേട്ടോ. തേങ്ങ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല, നമ്മൾ തേങ്ങയൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുക തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ, തേങ്ങ കുറവ് തന്നെയാണ്. അപ്പോൾ അതാ നമ്മളെ ഉപ്പുമാവ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പൊടിയായിട്ട് തന്നെ ഉപ്പുമാവ് ഇരിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. നല്ല കട്ടയായിട്ട് ഇരിക്കുന്നത് ആർക്കും വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്, ചായ റെഡി ആയിട്ടുണ്ട്. ഇനി മക്കൾക്കൊന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ ചോറും കറിയൊക്കെ പതുക്കെ ഉണ്ടാക്കണുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ പുഴയിലൊന്ന് പോയിട്ടോ, അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ അത് കഴിക്കട്ടെ വിചാരിച്ചിട്ട് പുഴയിൽ പോയതാണേ. മണ്ണിട്ട് ഇന്ന് കറി ഉണ്ടാക്കുന്നത് ഉണക്കമീൻ വെച്ചിട്ട് തേങ്ങയൊക്കെ അരച്ചൊരു കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ മീൻ ശരിയാക്കുന്നതിന് മുന്നേ ആയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തേങ്ങയൊക്കെ ചിരകി അതൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു വലിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ചേർക്കുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ചേർത്തിട്ട് ഉണക്കമീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് തളമീനാണ്. തളമീനും മാന്തൽ മീനും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകിയിട്ടില്ല കേട്ടോ. ഒരു നുള്ളു പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കറിവേപ്പില സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പച്ചമുളകും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഇതിന് തള മാന്തൽ എന്നൊക്കെയാണ് പറയുക. ഇനിയിപ്പോൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ എന്താണിത് പറയുകയെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളിവിടെ ഇതിന് തളമീൻ പിന്നെ മാന്തൽ മീൻ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ട്, കാരണം ഇത് ഉണക്കലാകുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാണല്ലോ ഇതിന്. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ അരച്ച് റെഡിയാക്കി വെക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ മീനൊക്കെ നന്നാക്കിയിട്ട് വന്ന് അപ്പോൾ ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ.
തേങ്ങയിൽ ശരിക്കും ഇങ്ങനെ തേങ്ങയും ചെറുള്ളി മാത്രം അരച്ചെടുക്കണോ ചെയ്യൂലേ. പിന്നെ നമ്മുടെ മീൻ കറിയിലേക്ക് ഞാൻ പെരുംജീരകം കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റും കൂടി വരുമ്പോൾ ഒരുപാടാവരുത് കേട്ടോ, കുറച്ച് ചേർക്കാവും. ഒരുപാടായിക്കഴിഞ്ഞാൽ ആ ടേസ്റ്റിന് മാറ്റം വരും. അപ്പോൾ ഞാനത് അരച്ച് വെച്ചിട്ട് ഇനി പുറത്ത് പോയിട്ട് നമ്മൾ മീനോട് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉണക്കമീൻ വറക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അതിൻ്റെ ഉപ്പൊക്കെ അങ്ങോട്ട് പോകും അല്ലേ. പക്ഷേ ഇത് കറി വെക്കാനാകുമ്പോൾ നമുക്ക് ആ ഉപ്പ് അങ്ങനെ ഒരുപാട് ഉണ്ടെങ്കിലും അത് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം നമുക്ക് തേങ്ങയൊക്കെ അരച്ച് കറി വയ്ക്കുമ്പോഴത്തേക്കും ആ ഉപ്പ് കറക്റ്റായിട്ട് തന്നെ നോർമലായിട്ട് തന്നെ വരും. അതല്ല വറക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം പേപ്പറൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപ്പ് ഒരുപാട് ഉപ്പുള്ള കൊണ്ട് പോകും. അപ്പോൾ ഞാൻ കറി വെക്കാനായതുകൊണ്ടാണ് അങ്ങനെ വെള്ളത്തിലൊന്നും അങ്ങനെ ഇട്ട് വെക്കാതെ കേട്ടോ ചെയ്യണത്. അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കി പിന്നെ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ട് പുറത്ത് പോയിട്ട് മീനൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു കേട്ടോ. മീനൊക്കെ ശരിയാക്കിയിട്ട് വന്നു. കാരണം ഈ മീൻ ഉണക്കലായതുകൊണ്ട് ഇവിടെ സിങ്കിൽ വെച്ചിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ പണി പോകണം, നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോയി അതൊക്കെ കഴുകി കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഈ ഒരു മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു നുള്ളു മല്ലിപ്പൊടി, ഒരു നുള്ളു ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ. പിന്നെ തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ റെഡിയാക്കിയത് അതും ചേർത്തു. ഇനി ഈ ഒരു പുളിയുടെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി അരപ്പുകളൊക്കെ ആദ്യം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഈ ഒരു കറി തിളച്ച് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഉണക്കമീൻ ഇട്ട് കൊടുക്കണത് കേട്ടോ. അതല്ലാതെ ഇങ്ങനെ എല്ലാം കൂടെ മീനും കൂടെ മിക്സായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ വെച്ച് അങ്ങനെയും കറി ഉണ്ടാക്കും നമ്മൾ. എല്ലാം സെറ്റാക്കിയിട്ട് തേങ്ങ അരച്ചത് വരെ ഒഴിച്ചിട്ട് അങ്ങോട്ട് മീനും ഇട്ടിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. ഈ അരപ്പ് പിന്നെ നമ്മൾ റെഡിയാക്കി അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ വൃത്തിയാക്കി കഴുകി വെച്ചിട്ട് നമ്മൾ മീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ കറി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിളക്കട്ടെ വിചാരിച്ചു. കാരണം അപ്പോഴെല്ലാം തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വേവ്. അപ്പോൾ ഒന്നും കൂടെ തിളച്ചിട്ട് ഞാൻ മീനിട്ട് കൊടുക്കണുള്ളൂ. ചൂടായി വന്നു, പക്ഷേ തക്കാളിയും കൂടെ ഒന്ന് നല്ലോണം ഉടഞ്ഞ് വരട്ടെ. പച്ചമുളകും അതിൻ്റെ ആ പച്ചപ്പൊക്കെ കൊണ്ട് മാറി ഒന്നും ഇങ്ങോട്ട് വരുമ്പോൾ ശരിയായി വരുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഏകദേശം നന്നായിട്ട് നമ്മുടെ തക്കാളി പച്ചമുളകൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ തളമീനും അതുപോലെ മാന്തളമീനും രണ്ടും ഒരുമിച്ചാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറി വെച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ മാന്തലാണ് ഇഷ്ടമായത് കേട്ടോ. അതിൽ ആ മാന്തൽ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് തോന്നിയത് തളമീനിനേക്കാളും. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് നന്നായും തോന്നി. അപ്പോൾ തള ഇഷ്ടമില്ലാത്തവർക്ക് മാന്തളയെന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് കറി നന്നായിട്ട് കണ്ട് തിളച്ച് സെറ്റായി വന്നു. അതിനുശേഷം ഞാൻ തേങ്ങ അരച്ചതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ മിക്സ് ആക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ മീൻ കറി വെക്കുമ്പോഴെപ്പോഴും തിക്കായിട്ടിരിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ഇങ്ങനെ ലൂസായിട്ട് കറി പോലെ തന്നെ ഇരിക്കുകയാണ് മീൻ കറി. തേങ്ങ അരച്ച് വെക്കുമ്പോൾ അങ്ങനെയായിരിക്കും നല്ലത് തോന്നുന്നു. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് കുറഞ്ഞ പോലെ തോന്നും കേട്ടോ. പക്ഷേ പലർക്കും പല വിധമായിരിക്കും ഇഷ്ടം. വെള്ളം കണക്ക് കറി ഇരിക്കണത് ഇഷ്ടമാവും. ചിലർക്ക് തിക്കായിട്ട് തന്നെ ഇരിക്കണം ഇഷ്ടം. അങ്ങനെ കുറുകി ഇങ്ങനെ വറ്റിച്ചെടുക്കണതായിരിക്കും ഇഷ്ടം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഈ മീൻ കറിയിലേക്കൊന്ന് വറവിട്ടെടുക്കട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇല മൂപ്പിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കറി വറവിടാതെ ഇങ്ങനെ ഉപയോഗിക്കുന്ന ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ചെറിയുള്ളി മൂപ്പിച്ചു. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഈ എണ്ണയിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്, കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ തേങ്ങ അരച്ച കറിയൊക്കെ നല്ല മഞ്ഞ കളറിൽ കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ എന്താ പറയുക ഇങ്ങനെ വറവിടുന്ന സമയത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് ഒന്നും കൂടി നല്ലൊരു മഞ്ഞ കളർ ഉണ്ടാവും. പിന്നെ ഈ സമയത്ത് തന്നെ എന്തെങ്കിലും പൊടികളൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മൂപ്പിച്ചെടുക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി കൈ വെച്ചിട്ട് തന്നെ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇങ്ങനെ മെഷർമെൻറ്റൊന്നും നമ്മൾ വീട്ടമ്മമാരെങ്ങനെ അറിയാം, അങ്ങനെ മെഷർമെൻറ്റിലൊന്നും പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ അങ്ങോട്ട് ഒരു കമ്മട്ടം അങ്ങോട്ട് കണക്കിന് അങ്ങോട്ട് ഇട്ട് പോവുകയും ചെയ്യുക അല്ലേ. അപ്പോൾ ഞാൻ കറി ഉപ്പുണ്ടോ നോക്കിയപ്പോൾ ഒരു മല്ലിപ്പൊടിയുടെ കുറച്ച് കുറവുണ്ട് തോന്നിയപ്പോൾ കുറച്ചുകൂടെ മല്ലിപ്പൊടി ഈ എണ്ണയിലേക്കാണ് ചൂടാക്കി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കറി ഇവിടെ സെറ്റായി വന്നിട്ട് കാണാൻ തന്നെ നല്ല ഭംഗി. കാണാൻ മാത്രമല്ല കേട്ടോ, നല്ലൊരു മണം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കപ്പേൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാവും അല്ലേ. ഉണക്ക മീൻ കറിയും കപ്പയൊക്കെ നല്ല ടേസ്റ്റാണല്ലോ.
അപ്പോൾ ഏതായാലും ഇന്ന് ചോറിൻ്റെ കൂടെയുള്ള കറി ഇതാണ് കേട്ടോ, നമ്മുടെ ഉണക്കമീൻ കറിയും പിന്നെ ഞാൻ പപ്പടയും കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഈ എന്താ പറയുക, ഇംഗ്ലീഷ് ചീര അല്ല പറയുക, നമ്മൾ വേലിച്ചെടിയായിട്ട് ഇങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ നിർത്തുന്ന ആ ഒരു ചീരയ്ക്ക് ഇംഗ്ലീഷ് ചീര എന്ന് പറയുന്നവരുണ്ട്, ചെടിച്ചീര എന്ന് പറയുന്നവരുണ്ട്, പലതും പറയും. ആ ചീര വെച്ചിട്ടൊരു തോരനും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ചിട്ടും കൂടെ വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഓൺ വോയിസാണ് ഇട്ടത്, പക്ഷേ അവിടെ മക്കൾ എന്താ പറയുക ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റ് വരുമല്ലോ, ആ മ്യൂസിക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തു പിന്നെ. അപ്പോൾ ഇവിടെ നല്ല പ്രാക്ടീസ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുക്കള പണികളും കഴിഞ്ഞ് എൻ്റെ കുളിയും കഴിഞ്ഞ് ഞാൻ വന്നു. ഇനിയിപ്പോൾ മക്കൾക്ക് ചോറ് വാരി കൊടുക്കണം, എന്നെങ്കിൽ തന്നെയുള്ളൂ തിന്നുക. കാരണം ഇവർക്ക് ഉണക്കമീനോട് വലിയ താല്പര്യമില്ലാത്തതാണ്. അപ്പോൾ അത് കറി അതാണെന്ന് പറയുമ്പോൾ ചോറ് വേണ്ട, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് തിന്നൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വാരി കൊടുക്കാം. അപ്പോൾ രണ്ടാളും അവിടെ ഡാൻസിൻ്റെ പ്രാക്ടീസിലൊക്കെയാണ് കേട്ടോ. ഈ ചുമക്ക് ഇനിയൊരു അടുത്ത 2 മാസങ്ങളിലായിട്ട് അതായത് അമ്പലത്തിൽ ഡാൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരുന്നുള്ളതുകൊണ്ട് ആ പാട്ട് അങ്ങോട്ട് റിമൂവ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ചോറുണ്ണാൻ ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. 12:45 1 മണിയാവാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യം. അപ്പോൾ ഞാനിന്ന് അവരെ കളി കാണാനവിടെ കുറച്ച് നേരം വന്നിരിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെ കളിയൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വെച്ച് ഞാൻ അവിടെ വന്നിരുന്നപ്പോൾ കിച്ചുമോൾ പറഞ്ഞു അമ്മ ചോറ് വാരിത്താന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കാൻ പറ്റിയില്ല. പിന്നെ വേഗം ഞാൻ അടുക്കളയ്ക്ക് പോയി. കാരണം പറയുമ്പോൾ ആണ് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് തിന്നും. അല്ലെങ്കിൽ പിന്നെ അതേപോലെ ഇരിക്കും, കുറേ വെള്ളം കുടിക്കും, വല്ല ബേക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തപ്പി തെറിഞ്ഞ് അങ്ങനെ തിന്നും. എന്നിട്ട് വയറ് നിറയ്ക്കും. അപ്പോൾ ചോറ് വേണ്ടി വരില്ല. അവർക്ക് ഇഷ്ടപ്പെടാത്ത കറിയാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കാര്യം അങ്ങനെ വേണം തന്നെ ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഇവർക്ക് ഇഷ്ടപ്പെടാത്ത കറിയാണെന്നുണ്ടെങ്കിലും ഞാൻ വാരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാരി പിന്നെ ചോറ് പ്ലേറ്റിൽ എടുത്തൊക്കെ ഇവർ രണ്ടാളും തിന്നും കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ ഇവർക്ക് തോന്നുന്ന ആ കറി ടേസ്റ്റ് ഇല്ല, വേണ്ടാന്ന് ഇവർ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. ഞാൻ വാരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തിന്നും. അപ്പോൾ അവർക്ക് ടേസ്റ്റ് ഉണ്ട് അങ്ങനെയൊന്നും തോന്നില്ല. അപ്പോൾ ചിലത് കാണുമ്പോൾ തന്നെ വിധി എഴുതാണ്, വേണ്ട ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നങ്ങോട്ട് തീരുമാനിച്ചാൽ പിന്നെ വേണ്ടാന്നുള്ളത് തന്നെയാണ്. ഭാര്യയാണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ടേസ്റ്റ് ഇല്ലാത്ത കറിയാണെന്നുണ്ടെങ്കിലും രണ്ടാളും അങ്ങനെ കഴിച്ചോളും. അപ്പോൾ ഞാൻ ചോറൊക്കെ വിളമ്പാണ്. പിന്നെ ചോറും കൊണ്ടൊക്കെ വരട്ടെട്ടോ. എന്നിട്ട് മക്കൾക്ക് ചോറ് വാരി കൊടുത്തിട്ട് പിന്നെ എനിക്ക് ചോറുണ്ണണം. പിന്നെ ഇന്നൊരു 2:30 ആകുമ്പോൾ പൂക്കോട്ടുംപാടത്ത് ഗുഡ്വിൽ സ്കൂളിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അത് CPMൻ്റെ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് വീടുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുടുംബസംഗമം അങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ MP രാജേഷ് സാറൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇത് കഴിഞ്ഞിട്ടൊന്ന് പോകണം. അപ്പോൾ മക്കൾക്ക് വേഗം ചോറ് വാരി കൊടുത്തിട്ട് ഞാൻ ചോറുണ്ണായിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോണത്. പിന്നെ വൈകുന്നേരത്ത് അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ തത്തയ്ക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്, ട്യൂഷൻ ഉണ്ട്. വൈകുന്നേരത്തെ ട്യൂഷൻ ഉണ്ട്. പകലൊന്നും സ്കൂളോ ട്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല, നൈറ്റ് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കണേ പിന്നെ ഞാനൊന്നൊരു കുറച്ച് വാരുണ്ട് നോക്കി. കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എരിവുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് നോക്കിയതാണേ.
മക്കളെ ചോറ് കൊടുക്കലും അതുപോലെ അവരെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് എൻ്റെ ചോറിനെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടോ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഇരിക്കാനൊന്നും സീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 7:15 ആയപ്പോൾ കിച്ചുവിനെയും കൊണ്ട് അവൾ പഠിച്ച KG സെക്ഷനിലെ, അതായത് തേൾപ്പാറ KG സെക്ഷൻ്റെ ആനുവൽ ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കാണാൻ പോകണം നിർബന്ധം. അപ്പോൾ അവരെ കൂടെ പോകട്ടെ എന്ന് കുറേ പറഞ്ഞു. അപ്പോൾ ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അവൾ അവിടെ ഇരുത്തിയിട്ട് അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരെ പാരൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ തത്തേനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോയി. തിരിച്ചത് കഴിഞ്ഞ് വന്നിട്ട് അവളെ കൊണ്ടുവരാൻ വേണ്ടി പോകണമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അവൾ അവരെ കൂടെ തന്നെ തിരിച്ച് അവർ ഓട്ടോയിൽ തിരിച്ച് വരികയും ചെയ്തു. അപ്പോൾ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കോപ്പിറൈറ്റ് വരുന്നുള്ളതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട് ഒഴിവാക്കി, മ്യൂസിക്കൊക്കെ ഒഴിവാക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ സ്കൂളൊക്കെ നന്നായിട്ട് അവരുണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആളുകളൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, പരിപാടി തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇനി മക്കളുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും എനിക്ക് വീഡിയോ എന്താ പറയുക ഓൺ വോയിസ് ഇടാൻ വേണ്ടി പറ്റിയില്ല. കാരണം ഈ പാട്ട് നല്ല പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്കത് കോപ്പിറൈറ്റ് വരുമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് റിമൂവ് ചെയ്തു. അപ്പോൾ കുട്ടികളുടെ ഡാൻസിൻ്റെ പാട്ടൊക്കെ ചോദിച്ചറിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഡാൻസ് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ കുട്ടികളുടെ ഡാൻസും കൂടി ആകുമ്പോൾ പ്രത്യേകിച്ച് അത് കാണാൻ ഭംഗിയാണല്ലോ. പക്ഷേ മറ്റവളെ തത്തയ്ക്ക് ട്യൂഷൻ ഉണ്ടല്ലോ നൈറ്റ്. അപ്പോൾ അവളെ കൊണ്ടുവരാമെന്നുള്ളത് കൊണ്ട് കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളാണ് ഇത്. നിഫുണ്ട്, ശ്രീകുട്ടി ഉണ്ട്. അപ്പോൾ അവർ ഒരുങ്ങിയിരിക്കുകയാണ്, ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ കുട്ടികളൊക്കെ. ഈ ഒരുങ്ങണതിൻ്റെ സന്തോഷം അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ശ്രീകുട്ടീനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കണ്ണടച്ച് നല്ല എന്താ പറയുക അനങ്ങാതെ നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ മേക്കപ്പ് അവർ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ അതിനൊക്കെ നല്ലപോലെ നിന്ന് കൊടുക്കും. പക്ഷെ എല്ലാ കുട്ടികളും നിന്ന് കൊടുക്കൂല കേട്ടോ. അപ്പോൾ കുറേ സമയം കൊണ്ട് കണ്ണടച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കണ്ണിൻ്റെ മുകളിൽ കൂടെ പിന്നെ ഹൈലൈനർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ണ് തുറക്കാണ്ടിരിക്കുന്നുണ്ട് ആൾ, ശ്രദ്ധിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.